മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കേണ്ടുന്ന സന്തോഷകരമായ വാർത്ത, ഇത്തവണ ഓണം ലക്ഷ്യമിട്ടത് സപ്ലൈകോയിലൂടെ 50 ലക്ഷം കുടുംബങ്ങളും 300 കോടി രൂപയുടെ വിൽപ്പനയുമായിരുന്നു. എന്നാൽ ഇന്നലെ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലെ വിൽപ്പന സപ്ലൈകോയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തതും കൂടുതൽ തുകയ്ക്ക് വിൽക്കാനും കഴിഞ്ഞ കാലമാണ്. 24 കോടി രൂപയിലധികം വിൽപ്പന ഒരു ദിവസം നമുക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവസാന ദിവസങ്ങൾ കാണിക്കുന്നത്. 350 കോടി രൂപയുടെ വിൽപ്പന എന്നുള്ളത് ഇന്ന് രാവിലെ കണക്ക് നോക്കുമ്പോൾ 352 കോടി രൂപയുടെ വിൽപ്പനയിലേക്ക് നമുക്കെത്താൻ കഴിയും. 352 കോടി രൂപയിലധികം വിൽപ്പന ഇന്ന് രാവിലെ കൈവരിച്ചു. 50 ലക്ഷം ജനങ്ങളെന്ന് ഓണത്തിന് മുമ്പ് എത്തുമെന്ന് കണ്ടത് 52 ലക്ഷത്തിൽ പരം ആളുകൾ നമ്മുടെ ഔട്ട്ലെറ്റുകളിലൂടെ സാധനം വാങ്ങിപ്പോയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഫെയറാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നിരുന്നത് ഇന്നലെ വരെ. എന്നാൽ ഇന്നലെ പാലക്കാട് തിരുവനന്തപുരത്തേക്കാൾ കൂടുതൽ വിൽപ്പന നടന്ന കേന്ദ്രമായി പാലക്കാട് സപ്ലൈകോയുടെ ഓണം ഫെയർ മാറുന്ന ചിത്രമാണ് കണ്ടത്. ഇത് കാണിക്കുന്നത് എല്ലാ കേന്ദ്രങ്ങളിലും നല്ല ജനങ്ങൾ സ്വീകരിച്ച ഒരു അനുഭവമാണ്. മറ്റൊന്ന്, സപ്ലൈകോയുടെ സഞ്ചരിക്കുന്ന ഓണച്ചന്ത ഒരു പുതിയ അനുഭവമാണ്. നേരത്തെ സഞ്ചരിക്കുന്ന കടകളുണ്ടായിരുന്നെങ്കിലും സബ്സിഡി ഉൽപ്പന്നങ്ങൾ നൽകാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ സബ്സിഡി സാധനങ്ങളടക്കം വാങ്ങാൻ കഴിയുന്ന സൗകര്യം ഏർപ്പെടുത്തിയപ്പോൾ സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ ഒരു കേന്ദ്രത്തിൽ തന്നെ 69-70 രൂപയുടെ വിൽപ്പന ഒരു കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഞാനിന്നലെ തിരക്കുമ്പോൾ 48,000 രൂപ മുതൽ 60-69,000 രൂപ വരെയുടെ വിൽപ്പന ഓരോ ജംഗ്ഷനുകളിലും നടന്നതിൻ്റെ അനുഭവമാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഓണത്തിന് ഗവൺമെൻറ് കണ്ട തരത്തിൽ തന്നെ സപ്ലൈകോയുടെ റോൾ നിർവഹിക്കാൻ കഴിഞ്ഞു. കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ഏറെ ആശ്വാസം പകരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം പറയുന്നത്.